ഫോൺ കട്ട് ചെയ്ത് ജയദേവൻ അവളെ ഒന്ന് നോക്കി നിശ്വസിച്ചു. മഴ പെയ്ത് തോർന്നിരുന്നു. ജനാലയിലൂടെ അടിച്ചു വരുന്ന തണുപ്പ് അവൻ്റെ ഉള്ളം ഒന്ന് കുളിർന്നു. ആർദ്ര, ഒന്നും കഴിച്ചില്ലല്ലോ? വിശപ്പില്ല. നാളെ വരുന്നുണ്ടോ വീട്ടിലേക്ക്? വരണോ? വാ, ലാസ്റ്റ് വരവല്ലേ. പിന്നെ താൻ പോവല്ലേ എൻ്റെ ഓഫീസിൽ നിന്ന്? ഓഫീസിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്നും, അവൾ പതറാതെ കൂടി ചേർത്തു. എന്തിനാ പോകുന്നേ ആരോ? എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയില്ലേ നിനക്ക്? അതിന് അവളൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആ ചിരി മുഴുവനാകും മുന്നേ തന്നോട് ചേർത്ത് ചുണ്ടുകൾ കവർന്നവൻ. ജയ്, വിളിക്കല്ലേ ആരോ? അവളിൽ ആകെ ഒഴുകി നടന്ന കൈവിരലുകൾ മറ്റെന്തൊക്കെയോ തേടി നടന്നു. അവളിൽ നിന്നുതിർന്ന ശീൽക്കാരങ്ങളിൽ അത്രമേൽ അടിമപ്പെട്ടു പോയിരുന്നു അവൻ. അവനിലെ അവനെ ഉണർത്താൻ ആർദ്രയ്ക്ക് മാത്രമേ ആകൂ എന്നവൻ വീണ്ടും വീണ്ടും അറിഞ്ഞു. ഓരോ അണുവിനെയും രസിപ്പിച്ച് കൊതിപ്പിച്ച് അടക്കാനാവാത്ത പ്രണയം അവനിൽ അലയടിച്ചു. അവളെന്നാൽ ജീവൻ തന്നെയാണ്. വീണ്ടും വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു. അവൾ പോകുന്ന കാര്യം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവണ്ണം അത്രമേൽ ആഴത്തിൽ അവളിലേക്ക് ആഴ്ന്നു. ജയ്! അത്രമേൽ കൊതിപ്പിച്ചിരുന്നൊരു ശബ്ദം അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുഴപ്പമില്ല, വിഷമമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണുനീർ എന്തിനാ ആരോ? ഇഷ്ടം കൊണ്ട്. ഇനി ഇതുപോലെ അധികാരത്തോടെ ഈ നെഞ്ചോട് ചേരാൻ എനിക്കാവില്ലല്ലോ. എൻ്റെ അല്ലാതാവില്ലേ? അവൻ്റെ മിഴികളും ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു. പോകാതെ ഇരുന്നൂടെ? എൻ്റേത് മാത്രമായിക്കൂടെ? അങ്ങനെയായാൽ ജയ്ക്ക് എല്ലാം നഷ്ടപ്പെടും. ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി നടത്തിയ സ്വത്തുക്കൾ, വീട്, അച്ഛൻ, അമ്മ, തറവാട്, അച്ചമ്മ, അങ്ങനെ എല്ലാം നഷ്ടപ്പെടും. ആയിക്കോട്ടെ, നീ എൻ്റെ ഒപ്പം കാണുമല്ലോ. നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിതം. നിന്നോടൊപ്പം എവിടെ ആയിരുന്നാലും ഞാൻ ഹാപ്പിയാണ് ആരോ. അവിടെ നമ്മുടെ മാത്രം സ്വർഗവും. പറയാൻ എളുപ്പമല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കൽ എൻ്റെ ഇഷ്ടം വേണ്ടായിരുന്നു എന്ന് തോന്നുമെന്ന്? ഇല്ല. പിന്നെന്താ? എന്തിനാ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതല്ലേ ജയ്. പിന്നെന്തിനാ ഈ കണ്ണുനീർ? ഞാൻ കരയുന്നില്ല, പോരെ? നാളെ ലാസ്റ്റ് മീറ്റിംഗ്. നീ പ്രസൻറ്റ് ചെയ്യില്ലേ? ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണം. കിട്ടും. അതായിരിക്കും ജെ ഗ്രൂപ്പിൻ്റെ അവസാനത്തെ വിജയം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാൻ ഞാനുണ്ടല്ലോ. ജയ്, നീയില്ലാതെ എനിക്കിനി ഒരു വിജയവും ആസ്വദിക്കാനാകില്ല ആരോ. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. വന്നന്ന് തൊട്ട് സ്നേഹിച്ചത് ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. നിർബന്ധിക്കില്ല, കാരണവും ചോദിക്കില്ല. കാരണം ജയ്ക്കറിയില്ലേ? അച്ചമ്മ അംഗീകരിക്കില്ല. എനിക്കറിയാം. നമുക്കിങ്ങനെ പിരിയാം ജയ്. ഈ ലോകത്ത് എവിടെയായിരുന്നാലും ഞാൻ നിന്നെ ഓർക്കും. നിന്നെയേ ഓർക്കൂ. അവളുടെ ചുണ്ടുകൾ ഒരല്പം വേദനിപ്പിച്ചു തന്നെ അവൻ നുകർന്നെടുത്തു. മറ്റാരും എന്നെ വേദനിപ്പിക്കില്ല ഇതുപോലെ. ജയല്ലാതെ മറ്റാരും. അവസാനായിട്ട് ഞാനൊരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? എന്താ വേണ്ടേ ജയ്ക്ക്? അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്ത് തന്നോട് മുഖം തിരിച്ചാണ് ചോദ്യം. നാളെ പറയാം. എന്തായിരുന്നാലും നീ സമ്മതിക്കണം. പറ്റുമോ? വിവാഹം കഴിക്കാൻ പറ്റില്ല. വേണ്ട, വേറെ കാര്യമാണ്. എന്നാലേ ഇപ്പോൾ ഉറങ്ങാം. നാളെ രാവിലെ പോകാം. അവളുടെ നെറ്റിയിൽ ഒന്നൂടെ അമർത്തി ഉമ്മ വെച്ച് കഴുത്തിലേക്ക് മുഖമമർത്തി അങ്ങനെ കിടന്നു. അവളുടെ വിരലുകൾ അപ്പോഴും അവൻ്റെ മുടിയിഴകളിൽ ഓടി നടന്നു. ക്യാമ്പസ് സെലക്ഷനിൽ നിന്നും കിട്ടിയ ജോലിയാണ്. ആദ്യമായി കിട്ടിയതായതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി. ജയദേവൻ, ജെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD. ആദ്യം തോന്നിയ ആരാധന ഭ്രാന്തമായ പ്രണയമായി മാറാൻ അയാൾക്ക് അധികം നാളൊന്നും വേണ്ടി വന്നില്ല. എന്നിട്ടും അറിയാത്ത മട്ടിൽ നടന്നു. പക്ഷേ അന്നൊരു ബിസിനസ് ടൂറിൽ അതിലായിരുന്നു എല്ലാം പൊളിഞ്ഞത്. അവൻ്റേത് മാത്രമായി തീർന്നത്. ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു വിറയലാണ്. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്ന് അറിയില്ല. ഒരു കാര്യം മാത്രമേ ഉറപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും അവനൊപ്പം ഒരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്ന്. അതിന് മാത്രം നിലയും വിലയും തനിക്ക് ഇല്ല എന്ന് മറ്റാരേക്കാളും തനിക്കറിയാം. ഭയപ്പെടുത്തുന്ന, ആലോചിക്കുമ്പോൾ അറപ്പ് തോന്നുന്ന, ഇരുട്ട് പിടിച്ച ആ ദിവസങ്ങൾ. വയ്യ, ആലോചിക്കാൻ പോലും വയ്യ. അവൾ ഒന്നുകൂടെ അവനെ മുറുകെ ചേർത്തു. ജയ്, എഴുന്നേൽക്കുന്നില്ലേ? അവളെ ഒന്നൂടെ പുണർന്നവൻ. ജയ്, എണീക്ക്. എല്ലാം ഒന്നുകൂടെ നോക്കട്ടെ. മീറ്റിങ്ങിന് പോകേണ്ടേ? അവൻ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. മോർണിംഗ് ആരോ? മോർണിംഗ് ജയ്. മോർണിംഗ് കിസ് കിട്ടിയില്ല. അവൻ്റെ രണ്ട് കവളിലും മാറി മാറി ചുണ്ടുകൾ അമർന്നു. എഴുന്നേൽക്കുന്നില്ലേ?
ലേറ്റാകും, കുളിക്കണ്ടേ? ഒന്നിച്ച് കുളിക്കാം. വാ. സാരി ഞൊറിഞ്ഞൊടുക്കുന്നവളെ അവൻ പാളിയൊന്ന് നോക്കി. പിന്നെ പെട്ടെന്ന് മുറുകെ ഒന്ന് കെട്ടിപ്പിടിച്ചു കവിളിൽ ഉമ്മ വെച്ചു. ജയ് കൂടുന്നുണ്ട്. അല്ലേലും ഇന്ന് ലേറ്റാകും. ആരു പറഞ്ഞു? ലേറ്റാകാതെ കൊണ്ടുവിടാനല്ലേ ഞാനുള്ളത്. പിന്നെ ഞാൻ കണ്ടു. ഒന്നിച്ച് കയറിയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ലേറ്റാകുമെന്ന്. ചെറുതായി ഒന്ന് മേക്കപ്പിട്ട് ചുണ്ടിൽ അല്പം ചായം തേച്ചു. കണ്ണുകൾ ഒന്നുകൂടി നീട്ടിയെഴുതി. പണ്ട് തൊട്ടേ കൺമഷി വീക്ക്നെസ്സാണ് ആരുവിന്. പോകാം ജയ്. അവൾ ലാപ്ടോപ്പും ബാഗും എടുത്തു. ജയ്, എന്താ? നിനക്കെന്താ ആഗ്രഹം? ഇപ്പോൾ പറയില്ല. എന്നാ എനിക്കും ഒരാഗ്രഹമുണ്ട്. അതും ഇപ്പോൾ പറയില്ല. എന്നാ വേണ്ട, പോകാം. ഒരിക്കൽ കൂടെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർന്നു. സുന്ദരിയായിട്ടുണ്ട്. ചിരി വിടർന്ന ആ മുഖം അങ്ങനെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ദീപൻ നിരാശയോടെ ഇറങ്ങി. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് ജയദേവൻ എന്തോ സംസാരിക്കുന്നുണ്ട് അവരോട്. ദീപൻ നേരെ ആർദ്രയുടെ അടുത്തേക്ക് നടന്നു. ഹായ് സാർ, ഇത്തവണയും ഇത് നിങ്ങൾ തന്നെ നേടിയല്ലേ? ദീപൻ പറഞ്ഞു. അതെ സാർ. എത്ര വർഷമായി ഇവിടെ ദേവനൊപ്പം? ദീപൻ ചോദിച്ചു. 5 വർഷമായി സാർ. ആ 5 വർഷവും നിങ്ങൾക്ക് ആയിരുന്നില്ലേ ടെൻഡർ? അതെ സാർ. ആർദ്ര വരുന്നുണ്ടോ ഞങ്ങളുടെ കമ്പനിയിലേക്ക്? ഇല്ല സാർ. അതെന്തേ? ഇരട്ടി സാലറി തരാം. വേണ്ട സാർ. എന്തേ, സാലറി കൂടാതെ വേറെന്തെങ്കിലും കൂടുതലായി തരുന്നുണ്ടോ അവൻ? ദീപൻ ചോദിച്ചു. ചോദ്യത്തിൻ്റെ ശൈലി മാറിയത് കൊണ്ട് അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി. മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ ദീപൻ? അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ജയദേവനായിരുന്നു അത്. കൂടുതലായി എന്ത് കൊടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ആർദ്ര ഈ മാസം കഴിഞ്ഞാൽ ഇറങ്ങും അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരു ഓഫർ വെച്ചു എന്നേ ഉള്ളൂ. അവൾ ആരുടെ കൂടെ പോയാലും നിനക്കൊപ്പം വരില്ല, ജയദേവൻ പറഞ്ഞു. അത് താനാണോ തീരുമാനിക്കുന്നത്? ദീപൻ ചോദിച്ചു. തൽക്കാലം അതെ. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യും, ദീപൻ പറഞ്ഞു. അത് അപ്പോഴല്ലേ? അത് ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ജയദേവൻ ചോദിച്ചു. അവൻ എന്തെന്ന പോലെ ദേവനെ നോക്കി. അവൻ്റെ കൈ ഒന്ന് ആഞ്ഞു പതിഞ്ഞു ദീപൻ്റെ മുഖത്ത്. ആ ഹാൾ നിശബ്ദമായി. ആരും കാണാൻ ബാക്കിയില്ല. ഇതിന് നീ അനുഭവിക്കും ദേവാ. കാത്തിരുന്നോ നീ? വാങ്ങിച്ചോളാം. ഇപ്പോൾ നീ ചെല്ല്. ആർദ്രയെ ഒന്ന് നോക്കി. പോകാം, ജയദേവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. കാറിൽ കയറിയിട്ടും നിശബ്ദനായിരുന്നു അവൻ. ജയ്, എന്താ മിണ്ടാത്തെ? ഒന്നുമില്ല. കണ്ണുകൾ തുടച്ച് വഴിയിലേക്ക് കണ്ണു നട്ടു. കാർ പെട്ടെന്ന് നിന്നപ്പോൾ അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. ആ മാത്രയിൽ ആ ചുണ്ടുകൾ അവൻ സ്വന്തമാക്കിയിരുന്നു. സാരി തലപ്പിന് ഇടയിലൂടെ അണിവയറിലും മാറിലേക്കും ആ കൈകൾ ഇരിച്ചെത്തി. വെട്ടിവിറച്ചു പോയി അവൾ. നടുവഴിയാണ്. ജയ്, ജയ്. അവനെ തള്ളി മാറ്റി കിതപ്പടക്കി. ജയ് തൻ്റെ ഇടം തോളിലേക്ക് അവളെ വലിച്ചു ചേർത്ത് ഇരുത്തി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അവൾ അങ്ങനെ ഇരുന്ന് അണുവിട മാറാതെ. ഇനി ഇങ്ങനെ ഇരിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന പൂർണ്ണബോധത്തോടെ. വണ്ടി പുല്ലുമേട്ടിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. നീ എന്താ ജയ് വൈകിയത്? മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മേ. അപ്പോഴാണ് അവൻ്റെ ഇടം സൈഡിൽ അവളെ കണ്ടത്. ഇവളുമുണ്ടോ? നാളെ കൂടെ ഉണ്ടാകും. അപ്പോൾ നീ നാളെ തിരിച്ചു പോവോ? അല്ല, മറ്റന്നാൾ. ആർദ്ര വരൂ. അത്ര ഇഷ്ടമായില്ല എങ്കിലും അകത്തേക്ക് വിളിക്കാതെ ഇരിക്കാൻ ആവില്ലായിരുന്നു. പലവട്ടം വീട്ടിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ എന്തോ ആ പെൺകുട്ടിയോട് ഒരു അകൽച്ച. ദേവനെ തട്ടിയെടുക്കുമെന്ന ഭയത്തോടെ അവളെ നോക്കി. അച്ചമ്മയുടെ കുട്ടി വന്നോ? അവൻ അവർക്കരികിൽ വന്നിരുന്നു. ആദ്യമായാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്. അച്ചമ്മ അതിൻ്റെ സകല പ്രൗഢിയും ഉള്ളൊരു സ്ത്രീയാണ്. കാഴ്ചയിലും നടപ്പിലും. ജയദേവൻ്റെ അനിയത്തി ജയശ്രീ ആണെങ്കിലും അതുപോലെ ഒരു പതിപ്പ്. തെല്ലൊരു അഹങ്കാരവുമുണ്ട്. പുച്ഛം നിറഞ്ഞ മുഖത്തോടെയല്ലാതെ അവളെ കണ്ടിട്ടില്ല. സുഖമാണോ അച്ചമ്മയ്ക്ക്? ജയ് ചോദിച്ചു. ഈ കുട്ടി പിറകിൽ നിന്നിരുന്ന ആദ്രയെ നോക്കി. എൻ്റെ PA ആണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. നാളെ പാർവതി വരും. നീ കണ്ടിട്ട് കുറേ നാളായില്ലേ? അവനൊന്ന് മൂളി. ഇക്ക് നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം കണ്ടാലേ സമാധാനമാകൂ. അവൻ തിരിഞ്ഞൊന്ന് നോക്കി. വിളറി വെളുത്ത് നിൽപ്പുണ്ട്. അറിയാം അദ്ദേഹത്തിൻ്റെ കല്യാണമാണെന്ന്, പാർവതി മുറപ്പെണ്ണാണെന്ന്. എന്നിട്ടും നേരിൽ കേൾക്കുമ്പോൾ ഉള്ളൊരു വേദന. അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവനും അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇനിയും താങ്ങാൻ പറ്റാത്ത എത്രയെത്ര വാക്കുകൾ ആ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വരും അവൾ എന്ന് ഓർത്തു.
വീട്ടിൽ വേറെയും ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അച്ചമ്മയുടെ 70ൻ്റെ നിറവ് ആഘോഷിക്കാൻ എത്തിയവർ. 2 വല്യച്ഛന്മാരും അവരുടെ ഭാര്യമാരും മക്കളും മരുമക്കളും, അങ്ങനെ ഒരുവിധം എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിൽ അവളെ ശ്രദ്ധിച്ചു. അവൾക്ക് വീർപ്പ് മുട്ടി. അറിയാത്ത കുറച്ച് പേർ. അവർക്ക് ഇടയിൽ താൻ മാത്രം. എന്തേലും മിണ്ടുമോ? അതുമില്ല. ജയ് ഒന്ന് വന്നിരുന്നുവെങ്കിൽ. വിചാരിക്കേണ്ട താമസം അവൻ ഇറങ്ങി വന്നു. കയ്യിൽ ഒരു ലാപ്ടോപ്പുമുണ്ട്. ആർദ്ര, കം, ഇവിടെ ഇരിക്കാം. ജനാലിൻ്റെ അരികിലുള്ള ചെറിയ സോഫയിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് ഇരുന്നു. ദേവാ, കഴിക്കാൻ വരുന്നില്ലേ? ഇതൊന്ന് ക്ലിയർ ആക്കട്ടെ അമ്മേ. അവൾ ഇന്നുകൂടെ ഉള്ളൂ. നാളെ തൊട്ട് നോട്ടീസ് പീരീഡാണ്. പുതിയ വർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ശരി ദേവാ, വേഗം തീർത്തിട്ട് വാ. അവൻ ലാപ്ടോപ്പ് തുറന്ന് ഫയൽ എടുത്തു. അതിനെക്കുറിച്ച് അവളോട് സംസാരിച്ചു. അവളുടെ അഭിപ്രായത്തെ ആരാഞ്ഞു. കുറച്ചു നേരം അവരെ നോക്കി ജയദേവൻ്റെ അമ്മ വത്സല നിന്നിരുന്നുവെങ്കിലും പിന്നെ പിന്നെ അവരും ശ്രദ്ധ മാറ്റി കൂട്ടത്തിൽ കൂടി. ദേവൻ്റെ കൈകൾ സോഫയുടെ ഇടയിലൂടെ പിറകിലൂടെ ഇഴഞ്ഞ് സാരിത്തുമ്പിലൂടെ ഇടത്തെ മാറിൽ വന്നു നിന്നു. അവളൊന്നു പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. യാതൊരു മാറ്റവുമില്ലാതെ ലാപ്ടോപ്പിൽ നോക്കി ഇരിക്കുന്നവനെ കാണെ അവളൊന്ന് പതറി. ജയ് മറുപടിയായി കൈ ഒന്ന് അമർന്നു. അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു. മുകളിൽ വലത് ഭാഗത്ത് ആദ്യത്തെ മുറിയാണ് എൻ്റേത്. അതിന് രാത്രി വാ, സംസാരിക്കാനുണ്ട്. എനിക്ക് പേടിയാ. അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജയ് പരിഭവിച്ചു. അതിപ്പോൾ പറഞ്ഞൂടെ? ഇന്ന് ഈ തറവാട്ടിൽ എൻ്റെ മുറിയിൽ ഫസ്റ്റ് ടൈം. എനിക്ക് വേണം നിന്നെ എന്നെന്നും ഓർമ്മിക്കാൻ. ജയ് പറഞ്ഞു. ജയ്, അവൻ്റെ വിരലുകൾ മണിമുത്തുകൾ ഒന്ന് ഞെരടി വിട്ടു. അതാണ് എൻ്റെ ആഗ്രഹം. പിടയാതെ ഇരിക്കാൻ അവൾ മാക്സിമം ശ്രമിച്ചു. ജയ് ഒന്ന് വിടൂ. ജയ് ഒന്ന് വിടൂ, അവൾ ചോദിച്ചു. വരൂ. ജയ് അവളെ നോക്കി ചോദിച്ചു. വരാം. ഒന്നുകൂടെ കൈ ഒന്ന് അമർത്തി അവൻ എഴുന്നേറ്റു. ആർദ്ര, അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കാവൂ. എന്തേലും ഡൗട്ട് ഉണ്ടേൽ സ്റ്റെപ്പ് കയറി റൈറ്റ് സൈഡിൽ ആദ്യത്തെ മുറി, അങ്ങോട്ട് വന്നാൽ മതി. അവളൊന്ന് പതറി. ശരി സാർ, അത് അവിടെ വെച്ച് വാ, കഴിച്ചിട്ടാവാം. അവൾ അത് അവിടെ വെച്ചിട്ട് വന്നു. ആർദ്ര ഇരിക്കെ. അവൻ്റെ അടുത്തൊരു സീറ്റ് വലിച്ചിട്ട് അവൾക്കു വേണ്ടി. ആർദ്ര പിന്നെ ഇരുന്നോളും ദേവാ. അമ്മേ, ആർദ്ര എൻ്റെ ഗസ്റ്റാണ്. ആ കുട്ടി ഇരുന്നോട്ടെ ചേച്ചി. ജയുടെ ചെറിയമ്മ പറഞ്ഞു. താങ്ക്സ് ചെറിയമ്മേ. ഇരിക്കടോ. സാർ, ഞാൻ ഇവിടെ ഇരിക്കൂ ആർദ്ര. അവൻ്റെ ശബ്ദമുയർന്നപ്പോൾ അവൾ അറിയാതെ ഇരുന്നു പോയി. എല്ലാവരും നോക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആദ്യം എടുത്ത് 2 ചപ്പാത്തി മാത്രമേ അവൾ എടുത്തുള്ളൂ. ജയദേവൻ അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ആദ്യം എഴുന്നേറ്റ് പ്ലേറ്റ് എടുത്തു. അവിടെ വെച്ചേക്ക് ആർദ്ര. കുഴപ്പമില്ല സാർ, അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി. വേഗം ലാപ്ടോപ്പ് എടുത്ത് അവൾക്കായി നൽകിയ മുറിയിൽ കയറി. 10 മണി ആയപ്പോഴേക്കും എല്ലാവരും കിടന്നു കഴിഞ്ഞിരുന്നു. മോന് ഇഷ്ടം തന്നെയല്ലേ പാർവതിയെ? അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജയ് ചോദിച്ചു. അതില്ല. അപ്പോൾ എന്തിനാ അച്ചമ്മേ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി, അച്ചമ്മ പറഞ്ഞു. എൻ്റെ ഇഷ്ടം ചോദിച്ചാണോ എല്ലാം ഉറപ്പിച്ചത്? അല്ലല്ലോ, ജയ് ചോദിച്ചു. അച്ചമ്മ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണല്ലേ? അച്ചമ്മ ചോദിച്ചു. ഏത് കുട്ടി? കൂടെ വന്ന ആ കുട്ടി. എന്താ ആ കുട്ടിയുടെ പേര്? ആർദ്ര. ആ അതെ, ആ കുട്ടിയെ ഇഷ്ടമാണ് അച്ചമ്മേ, ഒത്തിരി ഇഷ്ടമാണ്, ജയ് പറഞ്ഞു. പിന്നെന്തേ? അവൾക്ക് സമ്മതമല്ലേ? അച്ചമ്മ ചോദിച്ചു. അവൾക്ക് സമ്മതമല്ല. എന്താ കാരണം? കാരണം പറഞ്ഞാൽ അച്ചമ്മയ്ക്ക് ഇഷ്ടമാവില്ല. അവൻ പതിയെ കാര്യം പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചമ്മയുടെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ അവരുടെ മുഖം മുറുകി. വേണ്ട, ആ കുട്ടി വേണ്ട. ഇഷ്ടമില്ലേലും പാർവതി മതി നിനക്ക്. ഒരു നിമിഷം അവൻ അവരെ നോക്കി നിന്നിട്ട് അവരുടെ കൈകൾ തൻ്റെ കൈകളിൽ നിന്നും മോചിപ്പിച്ചു. ദേവാ, നേരം ഒത്തിരിയായി. അച്ചമ്മ പോയി കിടന്നു. അവർ പതിയെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. രാവിലെ ഉണരണം എന്നുള്ളതുകൊണ്ട് നേരത്തെ കിടക്കുക എന്നതാണ് അവിടെ. അവൻ ഡോറിൽ തട്ടിയിട്ട് കാത്തു നിന്നു. വർക്ക് കഴിഞ്ഞ് സേവ് ചെയ്ത ലാപ്ടോപ്പ് എടുത്ത് വെച്ചതേയുള്ളൂ. വിശന്നിട്ട് വയ്യ. അവൾ ഡോർ തുറന്നു. എന്തേ എന്ന് ചോദിക്കേണ്ടി വന്നില്ല. അതിനു മുന്നേ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഡൈനിങ് ടേബിളിന് കസേരയിൽ ഇരുത്തി. കിച്ചണിൽ നിന്ന് ഒരു പ്ലേറ്റും ഒരു കാസറോളും എടുത്ത് കൊണ്ടുവന്നു. പാത്രം തുറന്ന് ചോറും കറിയും പ്ലേറ്റിലേക്ക് ഇട്ടു. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ജയ്ക്ക് എങ്ങനെ അറിയാം? നിന്നെ എനിക്കറിയുന്ന പോലെ വേറെ ആർക്കെങ്കിലും അറിയുമോ ആരോ? ഒന്ന് ഉയർന്ന് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. കഴിച്ചോ, വിശന്നിരിക്കണ്ട. ജയ് കഴിച്ചോ? ഞാൻ നേരത്തെ കഴിച്ചതാ. എന്നാലും വാ തുറന്നേ.
ചിരിയോടെ അവൻ്റെ വായിലേക്ക് ഒരു പിടി വെച്ചു കൊടുത്തു. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാകില്ല എന്ന് നന്നായിട്ടറിയാം. ആസ്വദിക്കുന്നുണ്ട് എങ്കിലും നെഞ്ചിൽ ഒരു വേദനയുമുണ്ട്. നഷ്ടപ്പെടാൻ പോകുന്ന ഒന്ന്. ആ സ്വാതന്ത്ര്യം, ആ സ്നേഹം, ആ സാമീപ്യം, അങ്ങനെയെല്ലാം. കുളിയും കൂടെ കഴിഞ്ഞാണ് അവൾ അവൻ്റെ മുറിയിൽ എത്തിയത്. ആരെയും കാണുമോ എന്ന് ഭയന്ന്. അതുകൊണ്ട് വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി. കുളിച്ചോ നീ ആരു? നനഞ്ഞ മുടിയിലേക്ക് മുഖം അമർത്തി. അവന് ഇഷ്ടമാണ് ആ നനവ്. അത് തനിക്കല്ലാതെ വേറെ ആർക്കാണ് അറിയുക? ആരു? ഫസ്റ്റ് നൈറ്റ്. എത്രാമത്തെ? ലാസ്റ്റ് നൈറ്റ് എന്ന് പറയല്ലേ ആരു. അവളുടെ തണുത്ത കവിളിൽ ഒന്ന് ഉമ്മ വെച്ചു. കടിച്ചു തിന്നാൻ തോന്നുന്നു ആർദ്ര. അവളുടെ കണ്ണുകൾ തിളങ്ങി. പിന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അവൾ പതിയെ ചിരിച്ചു. വലിച്ച് നെഞ്ചോട് ചേർത്ത് കവിളിൽ ആഴത്തിൽ ചുണ്ടുകൾ ചേർത്തു. ജയ്, ഐ ലവ് യു ആരു. റിയലി ഞാൻ മിസ് ചെയ്യും നിന്നെ. ഒരു ജീവിതം മുഴുവൻ. അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം കണ്ട് അവൾ ഭയന്നു. അതിലേക്ക് വീണുപോയാൽ പിന്നീട് ഒരിക്കലും തനിക്ക് തിരികെ കയറാൻ സാധിക്കില്ല. ആരു. വിളിയോടെ തന്നെ അവളെ പൊതിഞ്ഞു ബെഡിലേക്ക് വീഴ്ത്തി. എത്ര നുകർന്നിട്ടും മതിയാകാതെ വലതുമാറിൽ അവൻ കടിച്ചു വലിച്ചു. ജയ്. വേദനയോടെ അവളുടെ ശബ്ദം. 100 ഉമ്മകൾ നൽകിക്കൊണ്ട് ആ വേദന മാറ്റി. വാരിയെടുത്ത് മടിയിൽ കിടത്തി ചുംബനം കൊണ്ട് അവശയായി പോയിരുന്നു അവൾ. അവനെ ഒന്ന് ചേർക്കാനോ തലോടാനോ കഴിയാത്ത വണ്ണം പ്രണയത്തിൽ, സ്പർശനത്തിൽ തളർന്നുപോയി അവൾ. ജയ്. ആരു. ഒരു വിളിയോടെ അവളിലേക്ക് ഒഴുകിയിറങ്ങി. അനങ്ങാൻ പറ്റാത്ത വിധം 2 കൈകൊണ്ട് അടക്കി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൻ. ജയ്. പ്രൊട്ടക്ഷനൊന്നും എടുത്തിട്ടില്ല. പ്രഗ്നൻ്റ് ആയാലോ? നീ എൻ്റെ പേര് പറ. അങ്ങനെയെങ്കിലും ഞാൻ കെട്ടട്ടെ നിന്നെ. വേണ്ട, ഞാൻ അബോർട്ട് ചെയ്തോളാം. അവൻ മുഖമുയർത്തി ഒന്ന് നോക്കി. നോക്കേണ്ട. പിന്നെ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ ചുമന്ന് നടന്നിട്ട് എന്തിനാ? എൻ്റെ ലൈഫ് നോക്കണ്ടേ എനിക്ക്? അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി. ജയ്. എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ ജയ്ക്ക്? എൻ്റെ കഷ്ടപ്പാടിലേക്ക് അച്ഛനും കൂടെ ഇല്ലാത്ത അവനോ അവളോ വരണ്ട. എന്നോ അമ്മയുടെ കഴപ്പ് തീർത്തതിൻ്റെ ആണെന്ന് വലുതാകുമ്പോൾ തോന്നും അവർക്ക്. ദേഷ്യം തോന്നൂ എന്നോട്? ഈ ലോകത്ത് ആരോട് ദേഷ്യപ്പെട്ടാലും നിന്നോട് തോന്നൂ എനിക്ക്? ജയ് ചോദിച്ചു. ഈ രാത്രി അവസാനിക്കേണ്ട എന്ന് തോന്നുക ജയ്. എനിക്കും. നാളെ അവർ വരുമ്പോൾ ജയ് എന്നെ മറക്കുമോ? മറക്കും. മറക്കാനല്ലേ പഠിക്കണ്ടേ? നിന്നെ വിഷമിപ്പിക്കും, വേദനിപ്പിക്കും. സാരമില്ല, കണ്ടില്ലെന്ന് നടിച്ചോളാം. എന്നാലും എന്നെ വിട്ട് പോകില്ലെന്നൊരു വാക്ക് പറഞ്ഞൂടെ നിനക്ക്? എങ്കിൽ 1 മാസത്തിനിപ്പുറം ഞാൻ താലി ചാർത്തുന്ന നിൻ്റെ കഴുത്തിലായിരിക്കും. വേണ്ട ജയ്, വേണ്ട. ഉറങ്ങിക്കോ. നീ നാളെ രാവിലെ എഴുന്നേൽക്കണ്ടേ? എന്നെ വിളിക്കണട്ടോ. അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. പിന്നെ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ ഒരു കാത്തുനിൽപ്പാണ് എല്ലാവരും. ജയ്യുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് പാർവതി. കാത്തിരിപ്പിന് വിരാമമിട്ട് ഒരു കാറ് വന്നു നിന്നു. അമ്മേ, പാർവതി വന്നു. വത്സല ആദ്യമേ ഓടിപ്പോയിരുന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് ജയദേവൻ. ഒന്ന് ചിരിച്ചു കാണിച്ചു. കണ്ണുകൾ നിറഞ്ഞത് അവൻ കാണാതെയിരിക്കാൻ തിരിഞ്ഞു നിന്നു. പാർവതി എവിടെയെന്ന് നോക്കുകയായിരുന്നു അവൾ. അല്പം മോഡേണായ ഒരു പെൺകുട്ടി. എല്ലാവരോടും ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഇതാകും പാർവതി. ജയ്ക്ക് ചേരും. തന്നേക്കാളും? ഇല്ല, തന്നേക്കാളും ചേരുമോ? പാർവതിയുടെ കൈ പിടിച്ചാണ് വത്സല അകത്തേക്ക് കൊണ്ടുവന്നത്. അമ്മമ്മേ, പാറു. സുഖമാണോ എൻ്റെ പാറുവിന്? അതെ അച്ചമ്മേ. ദേ, ഇതാരാണെന്ന് നോക്കിക്കേ. ദേവനെ പിടിച്ച് അരികിലേക്ക് നിർത്തിയ മാത്രയിൽ അവളുടെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. നാണം കൊണ്ട് കുനിഞ്ഞു ശിരസ്. അയ്യേ, ഈ നാണമൊന്നും പാറുവിന് ചേരില്ല അല്ലേ ദേവാ? അവൻ മറുപടി നൽകിയില്ല. ഒന്ന് ചേർന്ന് നിന്നെ കാണട്ടെ. അവരെ 2 പേരെയും ചേർത്ത് നിർത്തിയപ്പോൾ ഹൃദയം നിലച്ചതുപോലെ തോന്നിപ്പോയി ആർദ്രയ്ക്ക്. കാണാനും ഒന്നിച്ചു നിന്നപ്പോൾ നല്ല ജോഡി തന്നെയാണ്. എന്നിട്ടും ഹൃദയം ഒന്ന് തേങ്ങി. ആ അരികത്ത് നിൽക്കാൻ മറ്റൊരാൾ വന്നിരിക്കുന്നു. തനിക്കിനി അവൻ ആരുമല്ല. അതിനുള്ള അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജയ്. ഹൃദയം വിളിക്കുന്നത് അവൾക്ക് മാത്രം കേൾക്കാം. കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. കണ്ടില്ലേ നീ? ചേരേണ്ടത് മാത്രമേ ചേരാവൂ. കാണാൻ മാത്രമല്ല, നിലയ്ക്കും വിലയ്ക്കും ഞങ്ങളുടെ അന്തസ്സിനും നിന്നെപ്പോലെ ഒരുവൾ വേണ്ടേ? അച്ചമ്മയുടെ ശബ്ദമാണ് അതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയത്. അത്രമേൽ വേദനയോടെ.